ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്ലോക്കാണ്. ക്ലോക്കിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്ലോക്കിലെ എല്ലാ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസും നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. PSC ആയിരുന്നാലും SSC ആയിരുന്നാലും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പ്. ഒരു ക്ലോക്കിൽ ഒരു മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം 6 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിച്ചു, അല്ലെങ്കിൽ 10 മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര സഞ്ചരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇൻറ്റു 6 ചെയ്താൽ മതി. അതായത് 5 മിനിറ്റ് കറങ്ങി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ക്ലോക്ക് എടുക്കാം. ക്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു, 10 മിനിറ്റാണ് കറങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? അതായത് 6 × 10, അതായത് 60. അപ്പം ഇതുപോലെ ഇപ്പം എത്ര 20 മിനിറ്റാണ് കറങ്ങുന്നതെങ്കിൽ, ഇപ്പം 20 മിനിറ്റാണ് കറങ്ങുന്നതെങ്കിൽ 6 × 20. അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മണിക്കൂർ സൂചിയുടെ ഡിഗ്രി ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. നെക്സ്റ്റ് ടൈപ്പ് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ഡിഗ്രി എത്ര, അതായത് ആ കോണുള്ളത് എത്ര എന്നാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ 9:30 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ എത്ര എന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലോക്കൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. 9:30 എടുക്കാം. 9:30 എടുത്തിട്ട് 9നെ അതുപോലെ തന്നെ നമുക്ക് 9 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഈ 30 ശരിക്കും നമ്മളൊന്ന് ക്ലോക്കിലോട്ട് നോക്കുമ്പം ഈ 30 എന്ന് പറയുന്ന സാധനം, അതായത് മണിക്കൂർ സൂചി എന്ന് പറയുന്നത്, അല്ല മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? 6ലാണ് വന്ന് നിൽക്കുന്നത്. ഈ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 6ലാണ് വന്ന് നിൽക്കുന്നത്, 6ൽ. ഇനി അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇനി ഇവിടെ 30 എന്നല്ല ഏത് ചോദിച്ചാലും അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടിക്കോളൂ. അതല്ല ഇനിയിപ്പോൾ 15 വരണമെങ്കിൽ 15 വന്ന് നിൽക്കുന്നത് എവിടെയാണ്? 3ലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 9, 6. അപ്പോൾ 9, 6. ഈ 9, 6നെ നടുക്കതാ ഇട്ട് കൊടുക്കാം, ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ആണ്. 3 9 ന് 6 പോലെ 3. ഈ 3നെ ഇൻറ്റു 30 ചെയ്യുക. 3 × 30 ചെയ്യുക. 3 × 30 ചെയ്യുക. 3 × 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 90 ആൻസർ കിട്ടും. ഈ 90യുടെ കൂട്ടത്തിൽ ഈ 30 ഇല്ലേ, 30യുടെ പകുതി /2 പകുതി എടുക്കുമ്പോൾ 15 കിട്ടും. ഈ 15 ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി 105 ഡിഗ്രി ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ഒരു 10 സെക്കൻഡിനകം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കൂടെ ഇതേ ടൈപ്പിലുള്ളത് ഞാൻ ഇടാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 6:20 6:20ന് വീണ്ടും അതുപോലെ തന്നെ 6നെ എടുത്ത് എഴുതുക. ഇനി 20 എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? /5 ചെയ്ത് നോക്കാം. /5 ചെയ്യുമ്പോഴത്തേക്ക് 4ലാണ് വരുന്നത്. 4ൽ 20 എന്ന് പറയുന്ന സമയം ആ ഭാഗത്ത് 4ലാണ് വരുന്നത്. ഓക്കെ, 4ൽ. ഇനി ഇതിനെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ആണ്. 2. ഓക്കെ, ഇനി ഈ 2നെ ഇൻറ്റു 30 ചെയ്യുക. 30 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 60 ആണ്. 60. ഈ 60യുടെ കൂട്ടത്തിൽ 20യുടെ പകുതി 10 ആണ്. ഈ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 70 ഡിഗ്രി. പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ആൻസറിലോട്ട് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഇവിടെ തീർന്നു. ഇനി അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. 2:40 2:40 ഈ 240 വരുമ്പോഴത്തേക്ക് ഈ 2നെ അതുപോലെ തന്നെ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. 2നെ അതുപോലെ എടുത്ത് എഴുതാം. ഇനി അതിനുശേഷം 40 എടുത്ത് എഴുതാം. 40 എടുത്ത് എഴുതുമ്പോൾ 8 വരും. 40 / 5 8 വരും.
ഇപ്പൊ പെട്ടെന്ന് നമ്മളൊക്കെ ക്ലോക്ക് നമുക്ക് പെട്ടെന്ന് പിക്ചറിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ 14 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അങ്ങനെ 8 കിട്ടും. ഇനി ഇതിനെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് -6 ആണ്. -6. അപ്പൊ ഈ -6 എടുത്ത് വെക്കുക. ഇനി ഈ -6നെ ഇൻറ്റു 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 180 ആണ്. 180 ആണ്. -180. ഓക്കെ, -180 വരും. അപ്പൊ ഈ മൈനസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 40, ഈ -180 നമുക്ക് എഴുതാം, 180 ആയിട്ട് തന്നെ എഴുതാം. അതിന്റെ കൂട്ടത്തിൽ ഈ മൈനസിനെ നമുക്ക് എടുത്ത് ഇപ്പുറത്ത് എഴുതാം. ഇപ്പുറത്ത് എഴുതിയിട്ട് 40 ഡിവൈഡ് ബൈ 2, അതായത് 20 എഴുതുമ്പോൾ ആൻസർ 160 ഡിഗ്രി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 10 സെക്കൻഡ് നമുക്ക് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്യാം. അത് നമുക്കൊരു 430 എടുക്കാം. 430 എടുക്കാം. അപ്പം 4ന് അതുപോലെ അങ്ങ് എഴുതുക. അതിനുശേഷം 30 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേക്ക് 6 കിട്ടും. 6 കിട്ടുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് 2 വരും. അത് മൈനസ് ആണ്. മൈനസ് ഇൻറ്റു 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 60 കിട്ടും. -60. അപ്പോൾ ഈ 60 അതുപോലെ എടുത്ത് എഴുതുക. മൈനസ് ഡിവൈഡ് ബൈ 2 15. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ 45 ഡിഗ്രി. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 9-10 വരും. 9-10. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ എടുത്ത് എഴുതാം. 9. അത് കഴിഞ്ഞിട്ട് 10 വരുന്നത് 2ലാണ് വരുന്നത്. 2 10 ഡിവൈഡ് ബൈ 5 2. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. 7. ഓക്കെ. ഇനി 7നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 210 ആണ്. 210. ഈ 210 എന്ന് പറയുന്നത് 180 ഡിഗ്രീനെയും കാട്ടി വലുത്. 10 എന്ന് പറയുന്നത് 180നെയും കാട്ടി വലുതാണ്. 180യും കാട്ടി 0 നമുക്ക് കിട്ടും. ഈ 210നെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 210 ഇടാം. 210യുടെ കൂട്ടത്തിൽ 10 ഡിവൈഡ് ബൈ 2 നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. 215 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. ഇനി ഈ 215 എന്ന് പറയുന്നത് 180 ഡിഗ്രീനെ കാട്ടി കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ഇതുവരെ വരത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ആംഗിൾസ് ഒക്കെയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഇതുവരെ നമുക്ക് 180 ഡിഗ്രി വരെ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ അതായത് ക്ലോക്കിന്റെ ഫുള്ള് 360 ഡിഗ്രി, ഈ 360 ഡിഗ്രിയിൽ നിന്ന് 215 കുറയ്ക്കണം. 215 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 145 എന്ന് കിട്ടും. 145 ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ സൊല്യൂഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ 180നെയും കാട്ടി കൂടുതലാണെങ്കിൽ 360 360 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. 10 20 ഇതുപോലെ എടുത്തെഴുതുക. 10 20 ഡിവൈഡ് ബൈ 5 4 കിട്ടും. 10 - 4 6 വരും. ഇതിന് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180. അപ്പം 180 പ്ലസ് 20യുടെ പകുതി 10, അതായത് 190. അതിൽ നിന്ന് 360 മൈനസ് 190 നമുക്ക് കിട്ടുന്ന ആൻസർ 170 കിട്ടും. 170. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് വന്നിട്ട് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. 6:30 6:30. ഇങ്ങനെ 6:30 എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 6 എഴുതാം. 6 എഴുതിയിട്ട് പിന്നെ ഇതിൻ്റെ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 6. ഓക്കെ. 6 - 6 എന്ന് പറയുന്നത് 0 കിട്ടി. അപ്പം ഈ 0 എടുത്ത് എഴുതുക. 0 എടുത്ത് എഴുതിയിട്ട് ഡിവൈഡ് ബൈ 2, അതായത് 15 ഡിഗ്രി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഇപ്പൊ 6:30 എന്ന് പറയുന്നത് 6:6 വരുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഇത്രയും കിടന്ന് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല.
ഇതിന്റെ പകുതിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ പകുതിയാണ് ആൻസർ. ഓക്കെ, കൂടെ നമുക്ക് ചെയ്യാം. 420 420ന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആംഗിൾ 10 ഡിഗ്രിയാണ്. ഇതിന്റെ ഡിവൈഡ് ബൈ 2, അതായത് 20 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 4 ആണ്. 4 ആണ് വരുന്നത്. അപ്പോൾ 4 - 4 0. അപ്പോൾ അതുകൊണ്ടാണ് നോക്കണ്ട. 20/2 10 വരും. ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ്. 3/4 3/15 എടുക്കുക. 3/15 എടുക്കുമ്പോൾ ഇതിന്റെ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പകുതി 7.5 ഡിഗ്രി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഈ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിലിപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ക്ലോക്കിലെ സമയം 4 മണി. 4 മണിയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. 4 × 30 120. ഇതാണ് ആൻസർ. ഇൻറ്റു 30 ചെയ്താൽ മാത്രം മതി. ഇപ്പം 5 മണിയാണെങ്കിൽ 5 മണിയാണ് ചോദിക്കുന്നതെങ്കിൽ 5 × 30 അത് 150. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ 7 മണിയാണ് വരുന്നതെങ്കിൽ ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇൻറ്റു 30 ചെയ്യുമ്പോഴത്തേക്ക് 210. ഈ 210 180 ഡിഗ്രീനെക്കാട്ടി കൂടുതലായതുകൊണ്ട് 360 മൈനസ് 210 ചെയ്യും. അതായത് 150 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു മുഴുവൻ മണിയായിട്ടാണ്. ഇപ്പം 4, 5, 6, 1, 2, 3 അങ്ങനത്തെ സമയമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ 12 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നോക്കണ്ട. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. 12 മണി സൂചി രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ആണ്. പ്രതിബിംബം എന്ന് പറയും, മിറർ ഇമേജ് എന്ന് പറയും. ഇതോടുകൂടെ ഈ ക്ലോക്കിലെ ചാപ്റ്റർ തീർന്നു. അപ്പൊ മിറർ ഇമേജും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. കിട്ടുന്നത് 4:20 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 4:20 എന്നല്ല, ഇപ്പൊ ഏതൊരു സമയം എടുത്താലും ഇങ്ങനെ ഒരു ഇതിന്റെ മിറർ ഇമേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11:60 കുറച്ചാൽ മതി. അതായത് 740. ഇതാണ് മിറർ ഇമേജ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഒരു 5:15 നോക്കാം. 5:15ന്റെ മിറർ ഇമേജ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അത് വരുമ്പോൾ 11:60 മൈനസ് 5:15. അപ്പോൾ 5, 4, 6, 6:45 ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇങ്ങനൊരു സൊല്യൂഷൻ പഠിക്കുന്നതിന് മുന്നേ ഞാനൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്ലോക്കിന്റെ പടമൊക്കെ വരച്ച് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അങ്ങനെയൊക്കെ നോക്കി അത് ചിലപ്പോൾ കിട്ടുന്നത് തെറ്റുമായിരിക്കും. അപ്പോൾ ഇത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത 2 ക്വസ്റ്റ്യനും 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളല്ലായിരുന്നു. അപ്പോൾ ഇനി 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് വരുന്നതെങ്കിൽ 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് വരുന്നതെങ്കിൽ 23:60 കൊണ്ട് കുറയ്ക്കണം. 23:60 കൊണ്ട് കുറയ്ക്കണം. 11നും 1 മണിക്കും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ. അതായത് ഇപ്പോൾ ഒരു 11:30 എടുക്കാം. 11:30 എടുക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ 23:60 കുറയ്ക്കുമ്പോൾ 0, 3, 2, 12:30 കിട്ടും. 12 ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുപോലെ നോക്കാം. 12:15 ആകുമ്പോൾ 23:60 12:15 5:45 11:45 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മിറർ ഇമേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പിന്നെ ഈ 23:60 എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ. 24 മണിക്കൂർ തന്നെയാണ് 23:60 എന്ന് പറയുന്നത്. അതായത് 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് 23:60 ആക്കി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തേക്കുന്നത്. ഇതുപോലെ സെയിം തന്നെയാണ് മറ്റേ 11:60. അതായത് 11:60 എന്ന് പറയുന്നത് 12 മണിയാണ്, 12 ആണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 60 ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 22 തവണ ഒരുമിച്ച് വരും. 22 തവണ ഒരുമിച്ച് വരും. അതായത് ഇങ്ങനെ
അങ്ങനെ വരുന്നത് 22 തവണയാണ് വരുന്നത്. 22 തവണ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് 22 തവണ തന്നെ നമുക്ക് വരും. 22 തവണ. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഈ രണ്ട് സൂചികളും ഒരേ ഡയറക്ഷനിൽ എത്ര തവണ വരും? നേർരേഖയിൽ എത്ര തവണ വരും? 22ന്റെ ഇരട്ടി 44 ആയിട്ട് വരും. 22ന്റെ ഇരട്ടി 44 ഒരേ ഡയറക്ഷനിൽ വരും. ഇനി അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, അതായത് 90 ഡിഗ്രിയിൽ വരുന്നതും 44 തവണയാണ്. 44 ലംബമായിട്ട് വരിക എന്ന് പറയും. 44 തവണ ലംബമായിട്ട് വരും, പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലോക്ക്. അപ്പൊ ക്ലോക്കിലെ ഫുൾ ടൈപ്പ് ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒരു 10-15 തവണ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പൊ അതിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനും പിന്നെ അതുപോലെ തന്നെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പൊ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ കുറച്ച് മിറർ ഇമേജസ്, അതായത് 11, 20, 7, 40, 10, 7 മണി. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിറർ ഇമേജസും കൂടെ ആൻസർ ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്കും എത്തിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.